ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി മോർണിംഗ് വ്ളോഗ് വിത്ത് മൈ കുഞ്ഞ് ഇസ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന്. ആൻഡ് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്ലൗഡ്സ് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. 6:45-7 മണിയെന്നുണ്ടെങ്കിൽ ഒരാൾ അലാറം അടിച്ച പോലെ എണീറ്റിട്ട് ഫുൾ അവേക്ക് ആയിരിക്കും കേട്ടോ. എന്നാൽ വർക്കിന് പോകേണ്ട ആൾ അപ്പുറത്ത് കടന്നുറങ്ങണമുണ്ടാവും. ഇവൾ എണീറ്റുകൊണ്ട് ഞാനും എണീക്കണമല്ലോ. ഞാൻ പൊതുവെ നേരത്തെ എണീക്കണ ഒരാളൊന്നുമല്ല, പക്ഷേ ഇസ വന്നതിൻ്റെ ശേഷം അവൾ കാരണം കൊണ്ട് ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങി കേട്ടോ. എണീറ്റ് പാടൊരു നല്ല സ്വഭാവത്തിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം വേഗം ചെയ്ത് തീർക്കും കേട്ടോ. ഒന്ന് ബാത്റൂം പോയി ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് തണുപ്പുള്ള ഐറ്റംസ് ഒന്നും കഴിക്കണില്ല. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച ഓവർനൈറ്റ് ഓട്സ് ഒന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് പോകുമല്ലോ. പിന്നെ ഇക്കാക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാലഡൊക്കെ ഞാൻ രാവിലെ നേരത്തെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതും കൂടെ ഞാൻ കൂടെ പ്രിപ്പയർ ചെയ്യും. ഒന്നുമില്ല, സാധാ ചിക്കൻ്റെ സാലഡാണ്. ലെറ്റ്യൂസ്, കുക്കുമ്പർ, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ചിക്കനും, പിന്നെ ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് സീസൺ ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവമാണ് സമാനക്ക് ഓഫീസ് കൊണ്ടുപോകല്. അപ്പോൾ അതും ഞാൻ കൂട്ടത്തിൽ ചെയ്യും. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളെപ്പോഴും ഓവർനൈറ്റ് ഓട്സ് തന്നെയാണ് കഴിക്കൽ. അതാകുമ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിച്ചാൽ മതി. രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും കൊടുക്കണ്ട. ആകെ ചെയ്യണ ഒരു പണി പറയുന്നത് രാവിലെ നീച്ചിട്ട് ഈ ഒരു സാലഡ് ഉണ്ടാക്കലാണ്. പിന്നെ എനിക്ക് ഉച്ചക്കൽക്കുള്ളതൊക്കെ ഞാൻ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയത് അങ്ങനെ പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി കഴിക്കുക ചെയ്യൽ. ഇതിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ കരയണ സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണ കാരണം കൊണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മുണ്ടാണ്ടിരിക്കും. ഇനിയിപ്പോൾ ഈ ലഞ്ചൊക്കെ പാക്കാക്കി മൂപ്പര് ഓഫീസൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനും ഇസമ്പാടുള്ള ഒരു സമയമാണ് കേട്ടോ തിരിച്ച് വരുന്നവരെ. പൂത്തിന് ഇവിടെ ഒരാളുടെ ക്ഷമൊക്കെ തെറ്റി ഫുൾ കരച്ചിലും ബഹളമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പാലൊക്കെ കൊടുത്തതിന് ശേഷം അവളുടെ മെല്ലെ ഹാളിൽ കൊടുന്നിരുത്തും. ഇനിയിപ്പോൾ അവൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം, അല്ലെങ്കിൽ അവൾ ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കിലിക്കും അവളുടെ ടീച്ചർ സംഭവങ്ങളൊക്കെ അവളുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഞാനും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇവളിങ്ങനെ കുറേ നേരമൊന്നും ചെയറിലിരിക്കില്ല. ഒരു മാക്സിമം 10 അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവളുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്കെൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കണം. മിക്കവാറും ഞാൻ ഈ ഒരു സമയങ്ങളിലാണ് നാട്ടിലേക്ക് വിളിച്ച് സംസാരിക്കലൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവളുടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം നാട്ടിലേക്ക് വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കിത് വേഗം കഴിച്ച് തീർക്കണം. ചിലപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയിലൊന്നും ഇത് ഫുൾ കഴിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ കരച്ചിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് പിന്നെ അവളെ കുളിപ്പിച്ചതിന് ശേഷം ബാക്കിയൊക്കെ കഴിക്കുക. അവളുടെ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് അതിന് എണീക്കാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വേഗം ഒന്ന് അവളെ എണ്ണ തേച്ച് കുളിപ്പിക്കണം. വേഗമല്ല, കുറച്ച് സമയം എടുത്തിട്ട്. എണ്ണ തേച്ചിട്ട് എന്തായാലും ഒരു 10-15 മിനിറ്റ് കടത്തണമല്ലോ, ഒരു മിനിമം 10 മിനിറ്റെങ്കിലും. അപ്പോൾ ഞാൻ ഇവളെ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിപ്പിക്കലില്ല. ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് തല നനക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഓയിലിട്ട് കുളിപ്പിക്കുള്ളൂ. ഇപ്പോൾ ഇവളാണെങ്കിൽ ഓരോ സാധനങ്ങൾ വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ടീത്തറുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലും ഇവൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കുറേ ഉണ്ട്. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ ഞാൻ ഈ ഒരു സാധനം കൊടുക്കുക. അതാകുമ്പോൾ 3 തരത്തിലുള്ള ഉണ്ടല്ലോ. അവൾക്ക് ഇഷ്ടമുള്ളത് വായിലിട്ടിട്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിച്ച് വിടും ഞാൻ. കുളി കഴിഞ്ഞ് വന്ന പാടന്നെ ഒരു കുറച്ച് നേരത്തിന് ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡ് ആയിരിക്കുക. അവൾക്കിങ്ങനെ ക്രീം തേക്കാനും ഡയപ്പർ ഇടാനും ഡ്രസ്സ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവൾക്ക് ഞാൻ കൂടുതലും ബോഡി സൂട്ട്സ് ഇട്ട് കൊടുക്കുക. കൂടുതലും എന്നല്ല, എപ്പോഴും ഞാൻ ബോഡി സൂട്ട്സിന് ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കൽ വളരെ കുറവാണ്. ഈ ഡ്രസ്സ് ഫുൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഒക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരിക ചെയ്തത്. ഞാൻ വിറ്റാമിൻ D3 ഡ്രോപ്ലെറ്റ്സ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഇതേപോലെ ഓറൽ സ്പ്രേ ആയിട്ടാണ് കിട്ടുക. ഇതും കൂടെ കൊടുത്തിട്ട് പിന്നെ ഞാനൊന്ന് അവളെ കിടത്തി ഉറക്കും. ഉറങ്ങുന്ന ടൈമിൽ ഞാനൊന്ന് ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കും. പക്ഷെ എത്ര ഒച്ച ഉണ്ടാക്കാണ്ടിരുന്ന് കഴിഞ്ഞാലും അവളൊരു 1 മണിക്കൂർ കഴിഞ്ഞ് എണീക്കും. ഇനിയിപ്പോൾ അവളുടെ കൂടെ ഇതേപോലെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കളിച്ചിട്ടൊക്കെ ഇരിക്കും. പിന്നെ അങ്ങനെ പറഞ്ഞു നമ്മുടെ മോർണിംഗ് വ്ളോഗ് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.